ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. അപ്പൊ ഇത് കട്ട് ചെയ്യാണ് നമ്മളെ ചട്ടിപ്പത്തിരിനെ. അപ്പൊ നമുക്കിത് 8 പീസാക്കിയാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത്. അപ്പൊ ഇതാക്കണം കേട്ടോ നമ്മളെ ചട്ടിപ്പത്തിരിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് പൈനാപ്പിളാണ് കേട്ടോ. പൈനാപ്പിൾ നമ്മൾ ഇവിടെ കടിക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിക്കണം, അല്ലെങ്കിൽ നമുക്ക് വായിലൊക്കെ മുറിയാവൂലേ. അപ്പം ഇങ്ങനെ കളഞ്ഞിക്കണം കേട്ടോ. പൂവാക്കി റെഡിയാക്കി വെച്ചാൽ പിന്നെ അതാ വത്തക്ക മിൽക്കുമാണ് കേട്ടോ. മുഹബത്തുക്ക സർബത്താണോ അല്ലേ മക്കളെ, ഞാൻ വത്തക്ക വെള്ളം പറയും, വത്തക്ക ജ്യൂസ് അറിയും. പിന്നെ അതാ ഈത്തപ്പഴം, പിന്നെ നമ്മളെ ചട്ടിപ്പത്തിരി, ഇത്രേ ഉള്ളൂ ഇപ്പോട്ടോ. പിന്നെ നമ്മളെ ഇടിയപ്പവും കറിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മളെ 4ാമത്തെ നോമ്പ് ഇവിടെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ നോമ്പൊക്കെ തുറന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടിപ്പത്തിരി വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ നമ്മളെ സംരംഭക ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കിക്കണമെന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് നമ്മളെ പിന്നെ സംരംഭക ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടില്ല, ഞാൻ ഇടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കയറി കണ്ടു നോക്കോണ്ടി. പിന്നെ അതാ നമ്മൾ മുന്തിരിയൊക്കെ എടുക്കാൻ മറന്നിട്ടുണ്ടേന് കേട്ടോ. അതേപോലെ നമ്മൾ ചൊളാണ്ടിയൊക്കെ ഉണ്ടാക്കിന്, അതൊക്കെ മറന്നു പോയിനി. അപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ ഇടിയപ്പാണ് കേട്ടോ. നമ്മളെ നൂൽപുട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ വട്ടത്തിലല്ലേ നമ്മളെ പ്ലേറ്റിലും ഉണ്ടാക്കിക്കണേ, പിന്നെ നമ്മളെ ഇഡ്ഡലി പാത്രത്തിലും ഉണ്ടാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ കുഞ്ഞേതും ഉണ്ടാക്കിന്, ഇതേപോലെ കുറച്ചൊക്കെ വട്ടത്തിലില്ലതും ഉണ്ടാക്കിന് കേട്ടോ പരന്നത്. അപ്പോൾ ഒരു ട്രിപ്പിൽ പരിപാടി കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ 2 ഐറ്റംസിലും ഉണ്ടാക്കിയത്. നമ്മൾ ഒരു ഭാഗം വേവിച്ചാൽ വെക്കുമ്പോൾ അടുത്ത ട്രിപ്പ് ഇങ്ങനെ റെഡിയാക്കി വെക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ ഇതിലേക്ക് കറി ഉണ്ടാക്കിക്കുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ആ ചിക്കൻ കറിയൊക്കെ നമ്മൾ കുക്കറിൽ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം ശരിക്കും കഴിക്കുക തറാവി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കുടിച്ചിങ്ങാണ്ട് ഇതായിട്ട് നിൽക്കും. പിന്നെ നിസ്കാരവും കാര്യങ്ങളും ഒത്തും ഖുർആനോത്തും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യാണ് നമ്മളെ ചട്ടിപ്പത്തിരിനെ. അപ്പം നമുക്കിത് 8 പീസാക്കിയാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇതാക്കണം കേട്ടോ നമ്മളെ ചട്ടിപ്പത്തിരിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് പൈനാപ്പിളാണ് കേട്ടോ. പൈനാപ്പിൾ നമ്മൾ ഇവിടെ കടിക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിക്കണം, അല്ലെങ്കിൽ നമുക്ക് വായിലൊക്കെ മുറിയാവൂലേ.